കോൺട്രാക്ട് മാരേജ് ഭാഗം 70 റൈറ്റൻ ബൈ റോസ്. പിന്നിലൂടെ ഒരു കൈ വന്ന് അരയിലൂടെ കെട്ടിപ്പിടിച്ചതും കണ്ണുകൾ അടച്ച് കിടന്നവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. എനിക്കുറങ്ങണം. ഉറങ്ങിക്കോ, അതിന് ഞാനൊന്നും നിന്നെ ചെയ്തില്ലല്ലോ. അവളിലെ പിടി കുറച്ചുകൂടി മുറുക്കി അവളിലേക്ക് ചേർന്ന് കിടന്നുകൊണ്ടവൻ പറഞ്ഞു. ഇന്നലെയൊക്കെ ഇതാ ഞാൻ മിസ് ചെയ്തത്. ഇങ്ങനെ നിന്നെ കെട്ടിപ്പിടിച്ച് കിടന്നിട്ട് ഇപ്പോൾ എനിക്കൊരു ദിവസം പോലും അങ്ങനെയല്ലാതെ കിടക്കാൻ പറ്റുന്നില്ല. ഇതാ പറയുന്നത് നേരത്തെയും കാലത്തും പെണ്ണ് കെട്ടണമെന്ന്. അതല്ലേൽ ഒരു കാമുകിയെങ്കിലും. അതിന് നീ എന്നോടാ നന്ദി പറയേണ്ടത്. അതെന്താ? സൈഡ് ചെരിഞ്ഞ് കിടക്കുന്നത് കൊണ്ട് പരസ്പരം മുഖം കാണത്തില്ല. അതുകൊണ്ടല്ലേ ഇങ്ങനെ എന്നോട് പറ്റിച്ചേർന്ന് കിടക്കാൻ നിനക്ക് പറ്റുന്നത്? എൻ്റെ ജീവിതത്തിൽ മറ്റേതെങ്കിലും പെണ്ണുണ്ടായിരുന്നെങ്കിൽ നമ്മൾ തമ്മിൽ കാണുമായിരുന്നോ? ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നോ നമുക്കിടയിൽ? അതില്ല, അതുകൊണ്ട് എനിക്ക് കിട്ടി. അവൾ അവനുള്ള മറുപടി പോലെ പറഞ്ഞതും അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിൽ പതിഞ്ഞു. മാർക്കേ, അടങ്ങിക്കിടന്നില്ലേ ഞാൻ അപ്പുറത്ത് പോയി കിടക്കും. അതിന് ഞാൻ വിട്ടിട്ട് വേണ്ടേ നിന്നെ? ഇനി നിന്നെ ഞാൻ ഒരിടത്തേക്കും വിടില്ല. 2 ദിവസം മാറ്റി നിർത്തിയപ്പോൾ ഞാൻ അനുഭവിച്ച പിരിമുറുക്കം, ആകെ ഒരു ഒറ്റപ്പെടൽ, കല്യാണ തിരക്ക് പോലും എന്നെ ബാധിച്ചില്ലെന്ന് പറയാം. പക്ഷെ നീ അടുത്തുണ്ടായിരുന്നിൽ എന്തൊക്കെയോ ചെയ്യാമായിരുന്നെന്ന് തോന്നി. നീ ഇല്ലാത്തപ്പോൾ ഒന്നിനും വയ്യ. ആകെ ഒരു വല്ലായ്മ. അവളെല്ലാം കേട്ട് പുഞ്ചിരിയോടെ കിടക്കുവാണ്. കണ്ണൊക്കെ ക്ഷീണം കൊണ്ട് അടഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ അവനിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങാൻ മനസ്സനുവദിക്കുന്നുമില്ല. താലി കെട്ടിയപ്പോൾ എനിക്കാകെ ഒരു വിറയലായിരുന്നു ഭദ്രേ. എനിക്ക് തോന്നി ശിവേട്ടന് ടെൻഷനൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തു പറ്റി? അറിയില്ലടി, ഇതൊക്കെ ആദ്യമായി നടക്കുന്ന കാര്യങ്ങളല്ലേ, അതായിരിക്കും. ശരിക്കും അതൊരു ചരടാണെങ്കിലും കെട്ടുന്ന സമയത്ത് ഏതൊരാണിനും കൈയൊന്ന് വിറയ്ക്കും. എന്തോ ഒരു ടെൻഷൻ പോലെ, എന്താണെന്ന് അറിയുകയുമില്ല. മനസ്സിൽ ഒരു പ്രാർത്ഥനയുണ്ടാവും. ഞാനും പ്രാർത്ഥിച്ചു എന്നും ഇതിൻ്റെ കഴുത്തിൽ ഇങ്ങനെ ഉണ്ടാവണമെന്ന്. അവൻ്റെ മനസ്സ് നിറഞ്ഞു അത് കേട്ട്. പതിയെ അവളുടെ കഴുത്തിൽ താൻ കെട്ടിക്കൊടുത്ത താലി അവൻ വലിച്ച് കയ്യിലെടുത്തു. ഇപ്പോഴാ ഞാൻ ശരിക്കും ഇതൊന്ന് കാണുന്നത് തന്നെ. നിൻ്റെ കഴുത്തിൽ ഇതിങ്ങനെ കിടക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഹലോ. അവളുടെ അനക്കമൊന്നുമില്ലെന്ന് കണ്ടതും അവൻ പതിയെ അവളെ നേരെ കിടത്തി. ഇത്രയും നേരം താൻ പറയുന്നതിനൊക്കെ എന്തെങ്കിലും തിരിച്ചു പറഞ്ഞുകൊണ്ടിരുന്നവളാ. ഇപ്പോഴാണ് മനസ്സിലായത് അവൾ ഉറങ്ങിപ്പോയെന്ന്. സംസാരിച്ച് എപ്പോഴും ഉറങ്ങിപ്പോയതാണ്. നിഷ്കളങ്കമായി ഉറങ്ങുന്നവളെ അവൻ വാത്സല്യത്തോടെ നോക്കി. അവളുടെ മുഖമാകെ അവൻ്റെ കണ്ണുകൾ ഓടി നടന്നു. മെല്ലെ അവളുടെ നെറുകിൽ അവൻ ചുണ്ടുകൾ പതിപ്പിച്ചു. അവളെ ചേർത്ത് പിടിച്ച് തലമുടിയിൽ മെല്ലെ തഴുകി വിട്ടവൻ. അവളെ ഇങ്ങനെ കാണുമ്പോൾ മനസ്സ് അവളിലേക്ക് ഒരുപാട് അടുക്കുന്നു. താലി കെട്ടിയ നിമിഷവും അവൾക്ക് ആദ്യം കൊടുക്കാൻ ഉദ്ദേശിച്ചത് ഒരു ചുംബനമായിരുന്നു. അത് കൊടുക്കുകയും ചെയ്തു. ആരൊക്കെ ഉണ്ടെന്നോ ആരൊക്കെ അത് ശ്രദ്ധിക്കുന്നുണ്ടെന്നോ ഒന്നും ആ നിമിഷം നോക്കാനേ പോയില്ല. അടുത്തിരിക്കുന്ന ഭാര്യ മാത്രമായിരുന്നു കൺമുന്നിൽ. കഴുത്തിൽ കിടക്കുന്ന താലി കുറച്ചുകൂടി കാണാൻ പറ്റുന്ന രീതിയിൽ അവൻ പുറത്തേക്ക് എടുത്തിട്ടു. അതിനോട് ചേർന്ന് തന്നെ അവൻ ഇട്ടുകൊടുത്ത മാലയുമുണ്ട്. അവൾ പ്രത്യേകം പറഞ്ഞിരുന്നു ചെറിയൊരു മാല മതിയെന്ന് താലിയിടാനായി. അതുകൊണ്ട് തന്നെ 2 മാല വാങ്ങിയിരുന്നു. ഒരെണ്ണം കല്യാണത്തിനിടാനും പിന്നൊന്ന് അവൾക്ക് ഡെയിലി യൂസ് ചെയ്യാനും. ശിവൻ്റെ ഭാര്യയെ ആരും ഒന്നിനും കുറച്ച് കാണരുത്, അതെനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം അതിൻ്റെ രീതിക്ക് തന്നെ ചെയ്തു. അതിനും ഇടയ്ക്ക് അവളുടെ ബന്ധുക്കളെന്ന് പറഞ്ഞ് ചിലർ അവളോട് അടുപ്പത്തിനൊക്കെ വന്നത് കണ്ടിരുന്നു. അവൾ പക്ഷേ ആരെയും മൈൻഡ് ചെയ്തില്ല. അവരൊക്കെ അവളോട് പെരുമാറിയതും കാണിച്ചതുമൊക്കെ ഓർക്കുമ്പോൾ അവളുടെ ഭാഗത്താണ് ശരി. താൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അവൾ അവരെയൊക്കെ കല്യാണത്തിന് വിളിച്ചതുപോലും. അതുതന്നെ ഒരു മധുരപ്രതികാരമാണ്. അവളെ നോക്കിക്കിടന്ന് എപ്പോഴോ അവനും ഉറങ്ങി. 2 ആൾക്കും അത്രയ്ക്ക് ക്ഷീണമുണ്ടായിരുന്നു. രാവിലെ മുതൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നതിൻ്റെയൊക്കെ ക്ഷീണം. അവളെ ചേർത്ത് പിടിച്ചവൻ സുഖമായി ഉറങ്ങി. 2 ദിവസങ്ങൾക്ക് ശേഷം ധന്യയ്ക്ക് അവരൊരുമിച്ചുള്ള ഓരോ ഫോട്ടോയും കാണും തോറും ആകെ ഒരു വല്ലായ്മ തോന്നി. എത്രയൊക്കെ വേണമെന്ന് പറഞ്ഞാലും മനസ്സിൽ നിന്നും മായുന്നില്ല. അവരുടെ കല്യാണം കഴിഞ്ഞെന്നോർക്കുമ്പോൾ ചങ്കിൽ ഒരു പിടച്ചിലാണ്. ആരോടും പക്ഷേ പറയാൻ പറ്റുന്നില്ല ഒന്നും. അവരൊരുമിച്ച് ജീവിക്കുവാണെന്നൊക്കെ അറിയാമായിരുന്നിട്ടും എന്തോ കല്യാണം കഴിഞ്ഞെന്നറിയുമ്പോൾ ഒരു വിഷമം. അമ്മയും ചേട്ടനും കൂടി ഇനിയൊരു പ്രശ്നത്തിന് പോകേണ്ടെന്ന് കരുതിയാണ് തൻ്റെ മനസ്സിലെ വേദനയും വിഷമവും ഒന്നും പുറമേ കാണിക്കാത്തത്. ദീപുവിൻ്റെ അവസ്ഥ ഓർക്കുമ്പോൾ തന്നെ ഇപ്പോഴും പേടിയാണ്. ശിവേട്ടൻ അവൻ തൻ്റെ സഹോദരനാണെന്ന് ഒന്നും നോക്കില്ല. ഇനിയും എന്തിനെങ്കിലും പോയാൽ ഒന്നാമതേ അവളെ ശിവേട്ടന് ജീവനാണ്. അതുകൊണ്ടല്ലേ അവളുടെ കാര്യത്തിൽ ഇന്നുവരെ കാണാത്ത വിധം ക്രൂരമായ മുഖം ശിവേട്ടനുണ്ടെന്ന് മനസ്സിലായത്. എല്ലാം അവസാനിച്ചെന്ന് കരുതുമ്പോഴും ചിലതൊക്കെ ഇപ്പോഴും ബാക്കിയാണ്. തിരിച്ച് ഇനി ഒരിക്കലും കിട്ടാത്ത വിധം പലതും തനിക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്നു.
ഇപ്പോൾ തോന്നുന്നുണ്ട് ഭദ്ര വന്നില്ലായിരുന്നെങ്കിലും ശിവേട്ടൻ തന്നെ സ്നേഹിക്കില്ലായിരുന്നെന്ന്. അല്ലെങ്കിലും താനുമായുള്ള കല്യാണം ഒരിക്കലും ശിവേട്ടൻ സമ്മതിക്കുമായിരുന്നില്ല. ഇഷ്ടമില്ലാത്ത ഒരാളെ നിർബന്ധിപ്പിച്ച് കല്യാണം കഴിപ്പിച്ചിട്ട് വെറുതെ അയാൾക്കൊപ്പം ഒരു ജീവിതം ജീവിക്കാമെന്നല്ലാതെ എന്തു പ്രയോജനം? ശിവേട്ടൻ്റെ സ്വഭാവം വെച്ച് ആളൊരിക്കലും ഇഷ്ടമില്ലാതെ തന്നെ കല്യാണം കഴിക്കില്ല. ഇനി അഥവാ അങ്ങനെ ഒന്ന് സംഭവിച്ചിരുന്നെങ്കിൽ, അങ്ങനെ സംഭവിച്ചാലും ഒരിക്കലും തൻ്റെ ജീവിതത്തിൽ അധികം നാളുണ്ടാവുകയുമില്ലായിരുന്നു. നന്നായി, ഒരു കണക്കിന് ജീവിതകാലം മുഴുവൻ ശത്രുക്കളായി മാറേണ്ട സാഹചര്യമുണ്ടാവാതെ ഇങ്ങനെയൊക്കെ അവസാനിച്ചത്. അല്ലെങ്കിൽ ധന്യയ്ക്ക് നല്ല വിഷമമുണ്ടെങ്കിലും അവളത് നന്നായി എന്ന് തന്നെയാണ് കരുതുന്നത്. ചില കാര്യങ്ങൾ അംഗീകരിക്കാൻ അവൾ പഠിച്ചിരുന്നു. ഒരു സമയം വരെ അമ്മയ്ക്കൊപ്പം ശിവേട്ടനെ വേണമെന്ന് പറഞ്ഞു നിന്നെങ്കിലും ഇപ്പോൾ അവളിൽ മാറ്റം വന്നിട്ടുണ്ട്. ദീപു ഇനി ഒരിക്കലും എഴുന്നേറ്റ് നടക്കില്ലെന്നാണ് കരുതിയത്. അവനെ അത്രത്തോളം ഉപദ്രവിച്ചിരുന്നു. തൻ്റെ ദേഷ്യം മുഴുവൻ ശിവൻ അവനോട് തീർത്തിരുന്നു. ഒന്നല്ല 2 തവണ ഭദ്രയോട് അങ്ങനെ ചെയ്തതുകൊണ്ടാവും. ആരും ക്ഷമിക്കുന്ന കാര്യമല്ലല്ലോ നടന്നത്. എന്തായാലും ഇനി അതൊക്കെ ഓർത്ത് ഇവിടെ ഇരുന്ന് വേദനിക്കുന്നത് ഇവരാരെങ്കിലും കണ്ടാൽ ഇനിയും പഴയതെല്ലാം മറന്ന് എന്തിനെങ്കിലും ചാടും. അത് പാടില്ല. എല്ലാം ഇങ്ങനെ തന്നെ അവസാനിക്കട്ടെ. അതാണ് നല്ലതെല്ലാവർക്കും. എൻ്റെ പേരും പറഞ്ഞ് ആരും ഒന്നിനും ഇനി പോകരുത്. അതിന് ഞാനൊരു കാരണമാവുകയുമില്ല. ധന്യ മനസ്സിലുറപ്പിച്ചു. അവളും എന്തൊക്കെയോ തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞിരുന്നു. താൻ കാരണം അച്ഛനും അമ്മയും ചേട്ടനും ഇനിയും വേദനിക്കരുത്. അവരോരോന്നിന് ചാടുമ്പോൾ അതിൻ്റെ ഫലം അനുഭവിക്കുന്നത് താനും കൂടിയാണ്. ചന്ദ്രികയെ, നിന്റെ മരുമകൾ പെല്ല കൊള്ളാമല്ലോ. കാണാനും പെരുമാറാനുമൊക്കെ നല്ല മിടുക്കി കൊച്ച് ആണെന്ന് കണ്ടാൽ തന്നെ അറിയാം. എൻ്റെ അടുത്ത് നിന്ന് പലരും അത് പറയുന്നുണ്ടായിരുന്നു. അമ്മായി പറയുന്നത് കേട്ട് ചന്ദ്രിക ഒന്ന് പുഞ്ചിരിച്ചു. തന്നോടും ചിലരൊക്കെ അത് വന്ന് പറഞ്ഞിരുന്നു. വന്നവരിൽ പലർക്കും പല അഭിപ്രായമാണ്, ഒരുപാട് സംശയങ്ങളും. ഇന്നത്തോടെ കഴിഞ്ഞാൽ നാളെ രാവിലെ തന്നെ എല്ലാവരും പോകും. അതുവരെ കഴിവതും ആർക്കും ഒരുപാട് സംസാരിക്കാനുള്ള അവസരം കൊടുക്കാതെ നിന്നാൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ ഓരോന്നും മറുപടി പറഞ്ഞ് മടുക്കും. അല്ലെങ്കിൽ ഓരോന്ന് തോണ്ടി തോണ്ടി എന്തൊക്കെയോ ചോദിക്കുന്നതും പറയുന്നതും പറയാൻ പറ്റില്ല. എല്ലാം അതുപോലെയുള്ള സാധനങ്ങളാണ്. ചന്ദ്രയ്ക്ക് തന്നെ അവരുടെ കുടുംബക്കാരെപ്പറ്റി വലിയ മതിപ്പൊന്നുമില്ലായിരുന്നു. വന്നവരിൽ പലർക്കും അറിയേണ്ടത് ശിവൻ എന്തിനാണ് ധന്യയെ ഒഴിവാക്കി എവിടുന്നോ വന്നൊരു പെണ്ണിനെ കല്യാണം കഴിച്ചതെന്നായിരുന്നു. ചെറുപ്പം മുതലേ പെങ്ങളുടെ മകളെ കൊണ്ട് ശിവനെ കെട്ടിക്കൂ എന്ന് വെച്ചിട്ട് ഇപ്പോൾ മാറിയത് പലർക്കും ഇഷ്ടമായില്ലായിരുന്നു. ചന്ദ്രികയോട് തെളിഞ്ഞും ഒളിഞ്ഞും അതേപ്പറ്റി ചോദിക്കുന്നുമുണ്ട്. ചോദിച്ചവരോടൊക്കെ കൂടുതൽ ഒന്നും പറയാൻ പോയില്ല. 1-2 വാക്കിൽ മറുപടി കൊടുത്തു. ഭദ്രയോടും അതേപ്പറ്റി കൂടുതൽ ആരും ചോദിച്ച് ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ചന്ദ്രിക പ്രത്യേകം ശ്രദ്ധിച്ചു. ഭദ്രയ്ക്ക് അങ്ങനെ കേൾക്കുമ്പോൾ ചിലപ്പോൾ നല്ലൊരു ദിവസമായിട്ട് അങ്ങനെ ഒരു വേദന അവൾക്ക് കൊടുക്കണോ? ചന്ദ്രികയെ, എന്താ അമ്മായി? എന്നാലും നിന്നോടെനിക്ക് ഒരു കാര്യം ചോദിക്കാതെ ഇരിക്കാൻ പറ്റില്ല. അവരെന്താ ചോദിക്കാൻ പോകുന്നതെന്ന് ചന്ദ്രികയ്ക്ക് പറഞ്ഞു വരുമ്പോൾ തന്നെ അറിയാം. എന്താ അമ്മായി, പറഞ്ഞോ. അവരെ മുഷിപ്പിക്കേണ്ടെന്ന് കരുതി അവർ ചിരിച്ച മുഖത്തോടെ തന്നെ ചോദിച്ചു. നമ്മുടെ രാജിയും മക്കളുമൊന്നും എന്താ കല്യാണത്തിന് വരാഞ്ഞത്? ആരെയും കണ്ടില്ലല്ലോ. അവരെ വിളിച്ചില്ലേ നിങ്ങൾ? അതെന്ത് ചോദ്യമാ അമ്മായി? ഇവിടെ ആകെയുള്ള പെണ്ണല്ലേ. അവളെയും അവളുടെ കുടുംബത്തെയും വിളിക്കാതിരിക്കുമോ? അമ്മായി അറിഞ്ഞില്ലേ ദീപുവിന് വയ്യാതിരിപ്പാണെന്നുള്ള കാര്യം? അയ്യോ ഇല്ല. എപ്പോഴാ? അത് കുറച്ച് നാളായി. അവൻ്റെ കൂടെ എപ്പോഴും ആരെങ്കിലും വേണം. നടക്കാനൊക്കെ പാടാണ്. അതുകൊണ്ടാവും. പിന്നെ എല്ലാവർക്കും അറിയാലോ ധന്യയ്ക്ക് വേണ്ടി ശിവനെ പറഞ്ഞു വെച്ചതാണെന്ന്. അത് വീട്ടുകാർ തമ്മിൽ അല്ലായിരുന്നു. ശിവന് താല്പര്യവുമില്ലായിരുന്നു. അന്നേ അവനതിൽ എതിർപ്പ് പറഞ്ഞിരുന്നു. എന്നാലും എല്ലാവരും കരുതി അവൻ സമ്മതിക്കുമെന്ന് സമയമാകുമ്പോൾ. പക്ഷേ വിചാരിച്ച പോലെയൊന്നും ആയിരുന്നില്ല. അവനായി ഒരു പെണ്ണിനെ കണ്ടുപിടിച്ചിട്ട് പറഞ്ഞു, ഇവളെ ഞാൻ കല്യാണം കഴിക്കുമെന്ന്. പിള്ളേരുടെ ഇഷ്ടമല്ലേ നമുക്ക് വലുത്. അല്ലാതെ പണ്ടെങ്ങോ പറഞ്ഞതും ഒരു വാക്കിൻ്റെ പേരിൽ അവരുടെ ഇഷ്ടത്തെ മറുത്ത് കളയാൻ കഴിയുമോ? അതെ അതെ. എല്ലാം കേട്ടുകൊണ്ട് നിന്ന അമ്മായി ചന്ദ്രികയുടെ വാക്ക് ശരിവെക്കും പോലെ പറഞ്ഞു. ഞങ്ങളും അതേ ചെയ്തോളൂ. അവൻ്റെ ഇഷ്ടം നോക്കി. അല്ലാതെ ഇഷ്ടമില്ലാതെ ആരെക്കൊണ്ടേലും കെട്ടിക്കാൻ പറ്റുമോ? ഇല്ലില്ല, പഴയ കാലമൊന്നുമല്ല. പിള്ളേരുടെ ഇഷ്ടം കൂടി നോക്കണം. അല്ലെങ്കിൽ അവരവരുടെ പാട് നോക്കി പോകും. ഇപ്പോഴത്തെ എല്ലാ പിള്ളേരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അല്ലാതെ നമ്മുടെ കുടുംബത്തിൽ മാത്രമല്ല. ശിവനൊക്കെ ആരെയും നോക്കി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. സ്വന്തമായി അവന് ജീവിക്കാനുള്ളതൊക്കെ അവൻ ഈ പ്രായത്തിൽ തന്നെ ഉണ്ടാക്കിയിട്ടിട്ടില്ലേ. പിന്നെ അവനെന്ത് നോക്കാനാണ്? ചന്ദ്രിക മൂളി. അപ്പോൾ അവൻ്റെ ഇഷ്ടത്തിന് നമ്മൾ കൂടെ നിൽക്കുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല. നീയും നിൻ്റെ ഭർത്താവും ചെയ്തത് തന്നെയാണ് ശരി. അവൻ്റെ ഇഷ്ടത്തിന് അവൻ്റെ കൂടെ തന്നെ നിന്നു. തനിക്ക് ശിവൻ മാത്രമല്ലല്ലോ, വേറെയും ചെറുക്കനെ നോക്കാമല്ലോ. അവരുടെ പിന്നിലായി ആരൊക്കെയോ അവരുടെ സംസാരം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവർക്കുള്ള മറുപടി കൂടിയായിരുന്നു ചന്ദ്രിക അമ്മായിയോട് പറഞ്ഞതൊക്കെ. ഇനി ഇവിടെ നിൽക്കുന്ന ആരും ഒന്നും ചോദിക്കരുത് എന്നൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു അവരുടെ മനസ്സിൽ.
ഞാനെന്നാൽ ഇത് കൊണ്ടു കൊടുക്കട്ടെ. അവരെല്ലാവരും ചായ കുടിക്കാൻ നോക്കിയിരിക്കുമായിരിക്കും. നീ ഇവിടെ നിൽക്ക്, ഞാൻ കൊടുക്കാം. അവരുടനെ ചന്ദ്രയുടെ കയ്യിൽ നിന്ന് ട്രേ വാങ്ങി നടന്നു നീങ്ങിയിരുന്നു. എല്ലാവരും ഓരോന്ന് ചെയ്യുന്ന തിരക്കിലാണ്. ഒരു കല്യാണ വീടിലല്ലേ, അതിൻ്റേതായ തിരക്കുകളുണ്ട്. എങ്കിലും മറ്റുള്ളവർ അവരവർ കഴിയുന്ന എല്ലാ സഹായവും അവിടെ ചെയ്യുന്നുമുണ്ട്.